എനിക്കൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അവന് കാട്ടിൽ പോയി മരം വെട്ടിക്കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് വിറ്റാണ് അവൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അവനൊരു മനോഹരമായ ഒരു കുതിരയുണ്ട്, ഒരു വെള്ളക്കുതിര. ആരും ആഗ്രഹിക്കുന്നൊരു കുതിരയാണ്. ചോദിക്കുന്ന കാശ് കിട്ടും. നാട്ടുകാരൊക്കെ ഇവനോട് വന്നു, വില്ലേജിലുള്ളവർ പറഞ്ഞിടാ മണ്ടാച്ചാര, നീ ദിവസവും ഈ കാട്ടിൽ പോയി മരം വെട്ടിക്കൊണ്ട് നിൽക്കുന്ന ഈ കുതിര അങ്ങ് വിറ്റുകൂടെ, ഇതിനെ കുറച്ച് കാശ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഈ കുതിരയൊന്നും ഞാൻ വിൽക്കുന്നില്ല. ഒരു ദിവസം ഇവൻ കാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ കുതിരയെ കാണുന്നില്ല. പോയ വഴിക്ക് കാട്ടിൽ കുതിര അങ്ങ് നഷ്ടപ്പെട്ടു. തിരിച്ചു വന്നപ്പോൾ നാട്ടുകാരെല്ലാം പറഞ്ഞിടാ മണ്ടച്ചാര, നിന്നോട് അന്നേ ഞങ്ങൾ പറഞ്ഞാൽ കുതിരയെ വിറ്റ് കാശുണ്ടാക്കാൻ. അപ്പോൾ കുതിരയും പോയി ഇതാണ്ട നീ. കാരണം അവൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ശാപമേറ്റവനുമല്ല, ഞാൻ നിർഭാഗ്യവാനുമല്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു വലിയ സംഭവ പരമ്പരയുടെ ഒരു ചെറിയ എപ്പിസോഡ് മാത്രമാണിത്, ഞാനതങ്ങ് സഹിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഈ കുതിര തിരിച്ചു വരുന്നു. മാത്രമല്ല കൂടെ വേറെ 11 കുതിരകളോടുണ്ട്. കാട്ടിൽ നിന്ന് 11 കുതിര ഈ കുതിരകളോടെ ഫോളോ ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ നാട്ടുകാർ നോക്കി, വീട്ടിൽ 12 കുതിര. അവരെല്ലാം വന്നു, എടാ നീ ആടാ ഭാഗ്യവാൻ, നീ ഉദ്ദേശിച്ച പോലൊന്നുമല്ല, നിൻ്റെ ജീവിതമാണ് ധന്യജീവിതം. അവൻ പറഞ്ഞു, ഞാൻ ഭാഗ്യവാനോ അതൊന്നും ആയിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ സംഭവത്തിൻ്റെ ഒരു ചെറിയ എപ്പിസോഡായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ. ഈ മോൻ എന്ത് ചെയ്തു, അവനെ ഇതിലൊരു കുതിരയെല്ലാം കണ്ടപ്പോൾ അവനങ്ങ് എക്സൈറ്റഡായി. ഒരു കുതിരയുടെ മണ്ടയ്ക്ക് കയറി ചാടിപ്പോയി ഉരുണ്ട് താഴെ വീണ അവൻ്റെ നട്ടെല്ല് ഒടിഞ്ഞ് വീട്ടിൽ വന്ന് കിടപ്പായി. നാട്ടുകാരെല്ലാം തിരിച്ചു വന്നു, എടാ ഞങ്ങൾ പറഞ്ഞില്ല നീ ഭാഗ്യഹീനനാ, നീ ശാപമേറ്റവനാ, നിനക്കിത് സംഭവിച്ചത് കണ്ടോ, നിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ കഷ്ടം സഹിക്കാനുണ്ടോ, വല്ല കാര്യമുണ്ടോ, ഞങ്ങൾ ആദ്യം പോലെ എന്നോട് പറയുന്നത്. അന്നേരവും അവൻ പറഞ്ഞു, എൻ്റെ സഹോദരങ്ങളെ, ഇതൊന്നും ഒരു നഷ്ടമായിട്ടോ കഷ്ടമായിട്ടോ ഞാൻ കാണുന്നില്ല. അന്നേരം ഇരിക്കുമ്പോഴാണ് ആ രാജ്യത്ത് ഒരു വലിയ യുദ്ധം നടക്കുന്നു. യുദ്ധത്തിന് വേണ്ടിയിട്ട് അവിടെയുള്ള എല്ലാവരെയും കമ്പൽസറി ആയിട്ട് മിലിറ്ററി ചേർക്കാനായിട്ട് ഓരോ വീടുകൾ കയറി ഇറങ്ങി വരികയാണ്. ഈ പാപ്പടിച്ചൻ്റെ വീട്ടിൽ വന്നു. ഇവൻ്റെ നോക്കിയപ്പോൾ കട്ടിലെ ഒരു ചെറുക്കൻ വയ്യാതെ കിടക്കുന്നു. അവനെ കൊണ്ടുപോയിട്ട് യുദ്ധത്തിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ, അവനെ ഇട്ടിച്ചു പോയി. മറ്റ് നാട്ടുകാരുടെ എല്ലാ മക്കളെ യുദ്ധത്തിന് കൊണ്ടുപോയി. അവരെല്ലാവരും തിരിച്ച് ചാടി വീട്ടിൽ വന്നു. എടാ നീയാണ് ഭാഗ്യവാൻ, നിൻ്റെ ജീവിതത്തിലാണ് നന്മ എന്ന് പറഞ്ഞു. അന്നേരം അവൻ പറഞ്ഞു, ഇതൊന്നും ഭാഗ്യമല്ല, ഒരു വലിയ സംഭവത്തിൻ്റെ ചെറിയ എപ്പിസോഡ്. ദൈവമക്കളെ, ഞാൻ ഈ പറഞ്ഞ കഥയുടെ കാര്യം ഇതിൽ നിന്ന് മോറൽ എന്താണെന്ന് ചോദിച്ചു. എഴുത്തം പറഞ്ഞു, നാട്ടുകാർ പറയുന്ന ഒന്നും കേൾക്കരുത്. അതല്ല ഇതിൻ്റെ മോറൽ. അതിൻ്റെ മോറൽ എന്താ, ദൈവം എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു.